കൂട്ടുകാരെ, ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് 2 കോംബോയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ബാക്കി കുറച്ച് പ്ലാന്റ്സുകളൊക്കെ കാണിച്ചു പോവാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ ഡ്രസീന വെറൈറ്റിയുടെ ഒരു കോംബോയാണ്. ഡ്രസീന കൊളറോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. 2 പ്ലാന്റുകളാണ് ഒരു പോട്ടിൽ വരിക. ഇത് നമ്മൾ മിക്കവാറും പോട്ട് സൈതായിരിക്കും അയക്കുക കേട്ടോ. കൊക്കോപീറ്റാണ് പ്ലാന്റ്സുകൾ വരിക. നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കൊക്കോപീറ്റ് കളയുമോ, അല്ലെങ്കിൽ കൊക്കോപീറ്റ് കളഞ്ഞില്ല എന്ന് വെച്ചും പ്രശ്നമൊന്നുമില്ല. ഇതിന് അങ്ങനെ ഒരു കുഴപ്പങ്ങളൊന്നും വരാത്ത പ്ലാന്റുകൾ തന്നെയാണ്. ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ദാ ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരിക, നല്ല ഭംഗിയായിട്ട്. ഇത് ആദ്യത്തെ പ്ലാന്റ് കേട്ടോ. അതുകൂടാതെ അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ വെറൈറ്റി ദാ ഇത് നല്ല ഭംഗിയായി കാണാനായിട്ട് ദാ ഇങ്ങനെ. അപ്പൊ ഇത് രണ്ടും കൂടെയാണ് ആദ്യത്തെ. ഇതും 2 പ്ലാന്റ് ആണ് കേട്ടോ, ഒരു പോട്ടിൽ 2 പ്ലാന്റ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആയിരിക്കും നമ്മൾ കോംബോ ചെയ്യുക. അത് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല രസം, ഒരു രണ്ടോടും കൂടി കാണുമ്പോൾ നല്ല രസം, ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇതിന് ശേഷം ഇതിപ്പോൾ വലുതായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒടിച്ചൊടിച്ച് അങ്ങനെയൊക്കെ നടാവുന്നതാണ്. ഡ്രസ്സീന വെറൈറ്റി ആണല്ലോ. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് അങ്ങനെ നടാം കേട്ടോ. ഇതാ ഇതിങ്ങനെ. പിന്നെ വേര് പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളൂ കേട്ടോ. ചെറിയ വേരുകളാണെങ്കിലും പെട്ടെന്ന് തന്നെ വേരുകൾ ആയിക്കോളും. നല്ല ഭംഗിയിൽ തന്നെ വേരായിട്ട് നല്ല നന്നായിട്ട് ആയിക്കോളും. പിന്നെ ഒരു കൂട്ടമായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് ഇത് ഭംഗി വരിക കേട്ടോ. അപ്പോൾ പിന്നീട് ഹൈറ്റ് വെക്കുന്നതനുസരിച്ച് ഒടിച്ചൊക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടമായിട്ട് നിർത്തി നല്ല ഭംഗിയാക്കാം. അപ്പോൾ 200 രൂപയാണ് ഈ കോംബോയ്ക്ക് വരിക. ഒരു പോട്ടിൽ 2 പ്ലാന്റുകൾ വീതമായിരിക്കും കേട്ടോ. അപ്പോൾ 200 രൂപയാണ്. 200 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത കോംബോയാണ് കാണിക്കുന്നത്. ഇതാ ഇത് നമ്മളുടെ ഹോയ വെറൈറ്റിയാണ്. ഹോയ ബെല്ല ആൽബ മാർജിനാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിഗേറ്റഡ് വെറൈറ്റി, പ്ലസ് ഹോയയുടെ തന്നെ ഒരു ഹാർട്ട് എന്നുള്ള വെറൈറ്റി. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വാലന്റൈൻസ് ഡേയുടെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇത് സെയിലായിട്ടുണ്ടായിരുന്ന പ്ലാന്റ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇതിൻ്റെ തന്നെ ഈ സ്റ്റെമ്മൊക്കെ വരൂല്ലേ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇതിന് രണ്ടും കൂടെ 300 റുപ്പീസാണ് വരുന്നത്. നമ്മൾ ചെയ്തിരുന്ന കോംബോയാണ്. ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്, കാറ്റലോഗിലുണ്ട് കേട്ടോ അത്. പിന്നെ വേഗം തന്നെ ഈ പ്ലാന്റ്സുകൾ കാണിച്ചു പോകാം. ഇത് നമ്മളുടെ ഹവോത്തിയ വെറൈറ്റി. ഒരു പോട്ടിൽ ഇങ്ങനെ 2 ഷൂട്ട് 3 ഷൂട്ടൊക്കെ ആയിട്ട് ഇതിങ്ങനെ ബേബി ആയിട്ട് ഇങ്ങനെ ചെറിയ പ്ലാന്റുകളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഒരു പോട്ടിൽ ഇതേപോലെ 2 എണ്ണം മിനിമം ഉണ്ടാവും കേട്ടോ. അതായത് ഇതൊക്കെ പോട്ട് സൈഡായിരിക്കും വിടുന്നത്. പിന്നെ നമ്മളുടെ ക്യാക്ടസ് വെറൈറ്റി, ക്യാക്ടസ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ സിസി സിസിയുടെ ബ്ലാക്ക് വലിയ പോട്ട് സ്റ്റോക്കിലുണ്ട്. അതുകൂടാതെ പിന്നെ ഗ്രീൻ സ്റ്റോക്കിലുണ്ട്. പിന്നെ ദ്വാർഫ് വെറൈറ്റിയുടെ ചെറുതാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ റബ്ബർ പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. റബ്ബർ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള ബർഗണ്ടി കളറായിട്ട് വരുന്ന ഇത് മിക്കവാറും തന്നെ ഇതിൻ്റെ സ്റ്റെം കണ്ടു കഴിഞ്ഞാൽ അറിയാം, അടിഭാഗം നല്ല കനമുള്ള ഇങ്ങനെയാണ് വരുന്നത്. ഇത് കട്ട് ചെയ്തിട്ടാണ് ഈ ഷൂട്ടുകൾ വന്നേക്കുന്നത്. ഒറ്റ പ്ലാന്റ് ആണ് വന്നേക്കുന്നത്, പക്ഷെ കട്ട് ചെയ്തിട്ട് ബ്രാഞ്ചസ് വന്നേക്കുക ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്കവരും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ കട്ടിങ്ങിൻ്റെ പാട് കാണും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാൻ നോക്കിയിട്ട് കട്ടിങ്ങിൻ്റെ പാട് കാണുന്നില്ല. കട്ടിങ്ങിൻ്റെ പാടിൻ്റെ അവിടെ നിന്ന് തന്നെ മുളച്ച് വന്നേക്കുക. അതുകൊണ്ട് ഇത് കാണുന്നില്ല. ചിലതിലൊക്കെ അങ്ങനെ കട്ടിങ്ങിൻ്റെ പാട് വരും കേട്ടോ. എന്നാലാണല്ലോ ഇങ്ങനെ ബ്രാഞ്ചസ് വരുമ്പോൾ ഒറ്റ പ്ലാന്റ് നട്ടിട്ട് ബ്രാഞ്ചസ് വരുന്നെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയായിരിക്കും കേട്ടോ പ്ലാന്റുകൾ വരും. അപ്പം നിങ്ങൾക്ക് ഒറ്റ ഇത് മതി. ഇങ്ങനെ നല്ല രസമായിട്ടൊക്കെ ഒരു 3, 4 ഇതൊക്കെ ആയിട്ട്. ഇത് ഇച്ചിരി ഹൈറ്റും കുറഞ്ഞതുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഹൈറ്റ് ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റുകൾ വന്നു ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ ആയി വരുന്ന ഒരു പരുവത്തിലും അങ്ങനെയും പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്താൽ വന്നേക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ ഹൈറ്റിലും ഉള്ളതുണ്ട്. ഞാനൊരു മീഡിയം സൈസിൽ എടുത്തേക്കുന്നത് കേട്ടോ. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. ഇപ്പോൾ ഒറ്റ പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2, 3 പ്ലാന്റുകൾ കൂട്ടി വെക്കുന്ന അത്രയും ഒരു ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് നമുക്ക് ഇൻഡോറിലേക്ക് ഇപ്പോൾ ഞാൻ കാണിച്ച റബ്ബർ പ്ലാന്റ് ഇൻഡോറിലേക്ക് സ്യൂട്ടബിൾ ആണല്ലോ. അതുകൂടാതെ നമ്മുടെ ഈ പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ബേർഡ് ഓഫ് പാരഡൈസ്. ഒരു പോട്ടിൽ 2 പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ പ്ലാന്റുകൾ തിക്കായിട്ട് ഇരുന്നാൽ മാത്രം ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ കലാത്തിയുടെ നമ്മളുടെ ഇത് മാത്രമാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ 6 വെറൈറ്റി കാണിച്ചിരുന്നു. അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് നമ്മളുടെ മക്കിയോന മാത്രമാണ് സ്റ്റോക്കിലുള്ളത്. പിന്നെ നമ്മളുടെ പോത്തോസ് വെറൈറ്റി. പോത്തോസ് 2 വെറൈറ്റികളാണ് സ്റ്റോക്കിലുള്ളത്. ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ എൻജോയ് പോത്തോസ്. പിന്നെ നമ്മുടെ ഈ ഒരു ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒത്തിരി പേർക്ക് ആവശ്യമാണ്. നമ്മുടെ ഡിഷീഡിയ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയാണ്. ടേബിളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല രസമാണ് കാണാനായിട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ.
പിന്നെ നമ്മളുടെ ഇതാ ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ല കോർണറിലൊക്കെ വെക്കാനായിട്ടൊക്കെ അങ്ങനെ ടേബിളിൻ്റെ ടോപ്പിൽ വെക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, കാരണം കുറച്ച് വലിപ്പം ഉണ്ടല്ലോ. നമുക്ക് ടേബിൾ ടോപ്പിലും വെക്കാൻ പറ്റും. ഒരു ഇതിൽ 5 അല്ല കേട്ടോ, ചില പോട്ടിലൊക്കെ 5 വരാറ്. ഇതിലിപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറേ കാണുന്നുണ്ട്, എത്ര എണ്ണാന്ന് എനിക്ക് എണ്ണാൻ പറ്റണില്ല കേട്ടോ, അതുപോലെ കാണുന്നുണ്ട്, അത് കാരണം ഞാൻ എണ്ണണില്ല. സാധാരണ 5 വരാറുള്ളൂ. 5 നല്ല തിക്കായിട്ട് തന്നെ വലുപ്പം വെച്ചാൽ വരാറ്. പക്ഷെ ഇതിൽ കുറേ ഉണ്ട്, അതിലും കാണുന്നുണ്ട്. എന്താണ് അങ്ങനെ വന്നതെന്ന് മനസ്സിലാവുള്ള. സാധാരണ 5 വരാറ്, ഇതിലിപ്പോൾ എക്കത്തിൽ ഇതിലൊക്കെ 5 ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആന്തൂറിയം വെറൈറ്റി 2 ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇത് നമുക്ക് വരുന്നത് ഇതാ റെഡാണ് വരുന്നത്. ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റുകൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഇത് നമ്മളുടെ മിക്സഡ് കളറാണ് വരുന്നത് കേട്ടോ. കുറച്ചും കൂടെ വലിപ്പം ഉണ്ട്, അവിടെ പൂ വിരിഞ്ഞ് വന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ആ ഒരു ഇത് വരുന്നതും പിങ്കും വൈറ്റും കൂടെ തന്നെയാണ്. ഇങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ പൂ കുറച്ച് ചെറുതാണ്, പൂ വലുതായിക്കോളൂ കേട്ടോ, കുറച്ചും കൂടെ വലിപ്പം വയ്ക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, 3, 4 ഇങ്ങനെയാണ് ഇനി പ്ലാന്റുകൾ ഇരിക്കുന്നത് കേട്ടോ. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും ഇരിക്കുക കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് രണ്ടും മെസ്സേജ് അയച്ചോളൂ. പിന്നെ ഇല്ലേ, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പേര് പറയാൻ മറന്നുപോയല്ലോ, ആസ്പരാഗസ് മെറിയാണ് കേട്ടോ. അതാ M വരെ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ കമന്റ് കണ്ടു, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതെന്താ പറ്റുന്നതെന്നറിയോ, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ്, നമ്മൾ എപ്പോഴും പറയുന്ന പേരുകളുണ്ടല്ലോ, സാധാരണ കോമൺ ആയിട്ട് ചെറിയ ചെടികളുടെ ആണെങ്കിൽ നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ആസ്പരാഗസ് മെറി എന്നൊക്കെ. ഇത് ഉറക്കത്തിലും നമുക്ക് കിട്ടുന്ന പേരുകൾ, പക്ഷെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ബ്ലാങ്ക് ആയി പോണത്, അതാണ് കേട്ടോ പ്രശ്നം വരുന്നത്. ഇതൊക്കെ അറിയാവുന്നത് തന്നെയാണ്, പക്ഷെ വിട്ടുപോകും ചില സമയങ്ങൾ. നമ്മൾ അങ്ങനെയാണല്ലോ. ഈ എന്താ പറയുക, ഇപ്പൊ ടെൻഷനൊന്നുമില്ല, വീഡിയോയ്ക്ക് മുമ്പിലൊക്കെ എനിക്ക് ടെൻഷനൊന്നുമില്ല. നേരത്തെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, അതുകൊണ്ട് മറക്കണ്ടെന്ന് വെക്കാം. ഇതിപ്പോ ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മറക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുണ്ട് കേട്ടോ, ആസ്പരാഗസ് മെറി അത് സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ കാറ്റലോഗിലുണ്ട്. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ, വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. നമ്മൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് തന്നെ അയക്കും കേട്ടോ. മാക്സിമം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് തീർക്കാൻ ശ്രമിക്കുന്നത്. ഇനി തീരാത്താണെങ്കിൽ ബുധനാഴ്ച, വ്യാഴാഴ്ച വേറൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിന് മുമ്പ് എല്ലാം തീർത്ത് ഇതാകും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.